ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുകയായിരുന്നു. പട്ടണവാതിൽക്കൽ എത്തുമ്പോൾ ചിലർ ഒരു മരിച്ച മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ടു. യേശുവിന്റെ കൂടെ ധാരാളം പുരുഷാരമുണ്ടായിരുന്നു. ഈ മരിച്ച മനുഷ്യൻ ഒരു വിധവയുടെ മകനായിരുന്നു. ആ മകനോ ഏകജാതനായിരുന്നു എന്ന് വചനം പറയുന്നു. യേശു കരഞ്ഞുകൊണ്ടുവരുന്ന വിധവയായ ആ സ്ത്രീയെ കണ്ടിട്ട് അവളോട് പറയുകയാണ്, കരയേണ്ട. ആ മകൻ അവളുടെ ഏക പ്രതീക്ഷയായിരുന്നു. വിധവയായ ആ സ്ത്രീക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു ആ മകൻ. ഒരു കൂട്ടം പുരുഷാരം ആ സ്ത്രീയുടെ കൂടെ ഉണ്ടെങ്കിലും ആർക്കും അവളുടെ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അവളുടെ വേദന മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അവളുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ യേശു ഈ സ്ത്രീയെ കണ്ടിട്ട് അവളോട് പറയുകയാണ്, കരയണ്ട. എന്നിട്ട് അടുത്ത യേശു ചെയ്യുന്നത് ആ മരണം ചുമന്നു കൊണ്ടുവരുന്ന ശവമഞ്ചത്തെ തൊടുന്നു. യേശു തൊട്ട ഉടനെ മരണത്തിന്റെ യാത്ര അവസാനിക്കുന്നു. ശവമഞ്ചം ചുമന്നവര് നിൽക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത നിമിഷത്തില് മരണം മാറിപ്പോകുന്നു. ഈ മകൻ ജീവനുള്ളവനായി എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ചുമക്കുന്നുണ്ടാകാം. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പ്രശ്നങ്ങൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മക്കൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാമ്പത്തിക സ്ഥിതി, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത കുടുംബജീവിതം, ഇനി അത് ശവക്കുഴിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ കുടുംബജീവിതം മരിച്ചുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ തലമുറ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ യേശു എന്ന് ഒന്ന് തൊട്ടാല് നമുക്ക് ആശ്വാസം മാത്രമല്ല, നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരവും കൂടെ നൽകുവാൻ അവന് സാധിക്കും. മരിച്ചു എന്ന് കരുതുന്ന വിഷയങ്ങളിൽ ഇനി ജീവിക്കത്തില്ല, ഇനി ഇതില് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് കരുതുന്ന വിഷയങ്ങളിൽ യേശു തൊട്ടാല് ആ വിഷയത്തിന്റെ മേല് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നയീനിലെ വിധവയുടെ മകന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊരു വിഷയം അഭിമുഖീകരിക്കുമ്പോൾ, മക്കളെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ, ഈ വിഷയത്തിന് പരിഹാരമില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും, ഒരു പട്ടണം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും, നമ്മൾക്കൊപ്പം നടക്കുന്നെങ്കിലും, നമ്മെ ആശ്വസിപ്പിക്കുന്നെങ്കിലും അതിലൊന്നും നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ യേശു ആശ്വസിപ്പിച്ചപ്പോൾ, യേശു കരയേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുനീര് മാറിപ്പോയി. അവളുടെ ജീവിതത്തിൽ നിന്ന് മരണം മാറിപ്പോയി. ഉയർത്തെഴുന്നേൽപ്പ് കാണുവാനായിട്ട് ഇടയായി. ഈ പട്ടണം മുഴുവൻ കൂടെ നിന്ന് അവളെ സഹായിക്കാൻ ഒരുക്കമായിരുന്നു. പക്ഷേ അവളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ല. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ലോകത്തിലേക്കോ നമ്മുടെ കൂടെയുള്ളവരിലേക്കോ നോക്കാതെ കർത്താവിലേക്ക് നോക്കിയാൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുകയും നമ്മുടെ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ നമ്മൾ ജീവിതത്തിൽ നേടുന്ന പ്രശ്നങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.